പൊട്ടിച്ച് നിനക്ക് പ്രശ്നം എന്തുവാ? അമ്മ ഞാനല്ല പൊടിച്ചമ്മയുടെ മോളെ പൊട്ടിച്ചത്. കുഞ്ഞി നിനക്കെന്താ പ്രശ്നം? ഇനി അത് പിന്നെ ഇവനെ ടോയ് വീഴ്ത്ത് ഇവിടെ ഇട്ടെറിഞ്ഞ അമ്മ. അപ്പൊ ദേഷ്യത്തിന് അടി കൊണ്ടുവന്ന സമയത്ത് കൈ തട്ടി പൊട്ടിയതാ. മുതുക്കും വരട്ടെ പാവം വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കും ഈ പ്രായത്തിലും. നീ ഒന്നും പറ്റില്ല. നീ പ്രായത്തിൽ ഇപ്പഴും ഗം വിളിച്ചോണ്ട് നടക്കില്ലടാ. നിർത്തുന്നുണ്ട് രണ്ടുപേരും കുറെ നേരമായി. വെച്ചു നീ ഇതിനിടെ പാവം വെള്ളമൊക്കെ തെറിഞ്ഞത്. അമ്മ ഞാനിവിടെ സ്വന്തം മുറിയിലെ പാവയിൽ എടുത്ത് മാറ്റിയത്. അതിന് പിന്നെ ഗസ്റ്റ് റൂമിൽ എടുത്ത് പാവയിൽ ഇവിടെ അതാ ഞാൻ എടുത്ത് മാറ്റിയത്. അല്ല ഗസ്റ്റ് റൂമിൽ പാവത്തിൽ നീ എടുത്ത് മാറ്റിയത്? അമ്മ എന്റെ കൂട്ടുകാരൻ ആദമില്ല, അവൻ ഇവിടെ താമസിക്കാൻ വരും കുറച്ച് ദിവസത്തേക്ക്. ഈ ആദമെന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരി നേസിയുടെ മോനല്ലേ ആദമ? ആ നേസിന്റെ മോൻ ആദമ താമസിക്കാൻ മുറിയണം. ആ മുറിക്കത്ത് ഇവിടെ പാവയിരുന്നു, അതാ ഞാൻ എടുത്ത് മാറ്റിയത്. അല്ല ആദമ്മൻ ഇപ്പം വരും? അവൻ കുറച്ച് കഴിയുമ്പോ വരും അമ്മ. കുഞ്ഞിനെ കണ്ട് ഞാൻ കണ്ടത് വലിയ ശേഷം ഇപ്പോഴും ഒന്ന് കാണാൻ ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി വെക്കണം. അമ്മ ആദം വന്നു. ആദമ്മൻ ഇവിടെ നിന്ന് കയറി വാ. ഇതാണ് ആദം. എന്റെ എലിസമ്മ സുഖമല്ലേ? എന്റെ പഴയ ഇപ്പോഴും നാളിൽ വിളിച്ചെടുക്കാം. അതെ വിശേഷമൊക്കെ പിന്നെ ആവാം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടോ, ഒന്നും കഴിക്കാനെടുക്കാവോ? എന്റെ പൊന്നെ ഞാൻ ഫുഡ് എടുത്തേക്കാം. നീ ആദമനെ മുറി കാണിച്ചു കൊടുത്തിട്ട് വാ. അതിനോട് ഞാൻ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ആദം ഇതെന്റെ ഓരോരോ പെങ്ങളും ചൂടും. നീയുടെ കുഞ്ഞിനെ കണ്ടോളും. നീ വളരെ ഷിഫ്റ്റുള്ള കാണുന്നത്. ആഹാ എന്ത് മനോഹരമായ ചെറുതിന് 32 മുയിലും പല്ലും പുറത്ത് വെച്ചിട്ടുണ്ട്. മുറി ഏതാടാ? ഓ ഞാൻ ആ കാര്യം വിട്ടുപോയി. ബാ കാണിച്ചു തരാം. അന്നടന്ന് വരെ മറന്നു പോയിട്ടുണ്ടാവണം. ഇനി എന്നോടെല്ലാം പറഞ്ഞു കാണോ? ക്ലാര നീ മിണ്ടി പോയക്കല്ല ഒരു ഡയർ. എന്റെ പൊന്നു ചൂടുന്ന ശാന്ത എന്താണെന്നൊക്കെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ പൈസ പോകുന്ന കേസാ. നീ ഒരക്ഷരം മിണ്ടായിരുന്നു. എന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞേട്ട് ഞാൻ ട്രൂത്ത് എടുക്കാന്ന്. അപ്പൊ നീ ഡയർ എടുക്ക്. ഡയറും വല്ലതും ചെയ്യാലോ. ട്രൂത്ത് ആകുമ്പോൾ അവൾമാർ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നീ ഡയർ എടുപ്പിച്ചെന്നെ കൊണ്ട് സോറി. എന്തായാലും ഇപ്പൊ നമുക്ക് ചെയ്തേ പറ്റുള്ളല്ലോ. വേറെ എന്തായാലും വേണമെങ്കിൽ പോട്ടെന്ന് നോക്കാം. ഇത് ഏതെങ്കിലും ചെറിയൊന്നും ഇഷ്ടമാണെന്ന് പറയാൻ നടക്കുന്ന കാര്യമാണോ? ജോണിയുടെ ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടൻ എന്ന് പറയാൻ കണ്ടിട്ട് പാവം തോന്നും. ആ ചേട്ടൻ്റെ കുട്ടി തന്നാശിട്ട് എടുക്കത്തുള്ള എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വരും. നീ ഓടാൻ തയ്യാറായിട്ട് നിന്നോണം. എക്സ്ക്യൂസ് മീ ചേട്ടാ. എന്താ വേണ്ട? ഐ ലവ് യു. ഏട്ടനങ്ങൾ ഓരോന്നും വെച്ചേക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും ആ ചേട്ടൻ ഫ്ലോറ് കഴിഞ്ഞിട്ട് തമാശക്ക് പറഞ്ഞെന്ന് പറഞ്ഞേക്കാം. കാണുന്നില്ലേ? ഇവിടെ ഇല്ല ഇനി. എന്നെയാണ് നോക്കുന്നത്. ചേട്ടാ വെരി സോറി. എന്തോ ഇതുപോലെ ചേട്ടാ ഞാനൊന്നും ഇഷ്ടമൊന്നും പറഞ്ഞില്ല. അത് തമാശക്ക് ഞാൻ പറഞ്ഞു. അതിന്റെ കൂട്ടുകാരനൊക്കെ ടൂത്തോട്ടെ വിളിച്ചപ്പോൾ ടയർ എനിക്ക് കിട്ടിയപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞത്. ഐ എം റിയലി സോറി. എന്റെ ഫ്രണ്ട്സ് വന്നിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബട്ട് ഐ എം സീരിയസ്. ഐ ലവ് യു. ആദമേട്ടനിപ്പോ എന്താ പറഞ്ഞേ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. ആദമേട്ടൻ ഇപ്പൊ എല്ലാം ആദ്യമായിട്ട് കാണും. അത് മാത്രമല്ല നമ്മുടെ ഏജ് വ്യത്യാസമുണ്ടോ? നിനക്ക് 16 എനിക്ക് 24. നമ്മൾ 9 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാലത്താരും ഏജ് നോക്കത്തൊന്നുമില്ല. അതിന് ഞാൻ തന്നെ ഇന്നലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കൊച്ചിലെ മുന്നേ തന്നെ കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഏട്ടനിപ്പോ പഠിക്കുന്ന സമയത്ത് നിന്റെ ഏട്ടൻ നിന്റെ ഫോട്ടോസിനെ കുറിച്ച് വാതെടുത്താൽ പറയുന്നത് കേട്ട് ലാസ്റ്റ് ഞാൻ പിള്ളേരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നിന്റെ ഏട്ടനെ നീ വീഡിയോ കോളും സാധാ കോളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ നിന്നെ കാണുമ്പോഴും നിന്റെ ശബ്ദം ആകുമ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അന്നാലും എനിക്ക് ആ കാരണം മനസ്സിലായില്ല. പിന്നെ പെൺകുട്ടികളുടെ പ്രപ്പോസലിലൊക്കെ ഞാൻ റിജക്ട് ചെയ്തുകൊണ്ടായിരുന്നു. നിന്റെ ഏട്ടൻ പാല് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രപ്പോസലിന് റിജക്ട് ചെയ്യുന്നതിന്റെ കാര്യം സത്യം പറഞ്ഞ് എനിക്ക് കാര്യം അറിയത്തില്ലായിരുന്നു. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് നിന്റെ ഏട്ടൻ ദിവസം വിളിച്ചില്ലെങ്കിൽ പോലും അവനെക്കാട്ട് ക്ലോസ് സങ്കടാതെ എനിക്കാണ്. കാരണം ശബ്ദം കേൾക്കാതെ ഒരു ഫേസ് കാണാതെ എനിക്ക് എന്തോ പറയുന്ന ദിവസം. അതുവരെ എനിക്ക് നിങ്ങളുടെ എന്താ ഫീലിങ്സ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ എനിക്ക് എന്താ എന്നെ തന്നെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് പാർക്കുന്നത് എൻ്റെ മാത്സിനൊക്കെ സുഖം കിട്ടാനായിരുന്നു. കാരണം നീ എൻ്റെ ആയിട്ട് ലീവ് എടുത്ത് പോയതിനു ശേഷം നിന്നെ കുറിച്ചൊരു കാര്യം കുളിക്കുന്നൊരു ഫോട്ടോയും കാണുന്നത് എനിക്ക് ശരിക്കും വളരെ സങ്കടമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ടൈമിൽ നീ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി. എനിക്ക് എന്താണ് സംഭവിച്ചത് കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഷ്ടത്തോടെ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് എന്താ പറ്റുന്നൂടാ. പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന്. ഇനി ഞാൻ പറഞ്ഞ ചിലപ്പോൾ
പറയുമ്പോൾ അതുകൊണ്ട് ആ ടോപ്പിക്ക് വിടാം. ഇപ്പം എനിക്കറിഞ്ഞത് തനിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ? അതിലെ ചമ്മടിക്കടയൊക്കെ ഇഷ്ടമാണല്ലോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്ത് പറയാനാ? ഓക്കെ, താൻ ആലോചിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇപ്പം നിനക്ക് 16 വയസ്സല്ലേ? അതെ, എനിക്ക് 16 വയസ്സുണ്ട്. അതിനെന്താ? അത് വേറൊന്നുമല്ല, ഇപ്പം നിനക്ക് 16 വയസ്സ്, ഇനി 24 വയസ്സ് വരെ നീ എനിക്ക് വേർപ്പെട്ടു. അത് കഴിഞ്ഞ് നിനക്ക് കിട്ടിയിട്ട് ഭാര്യക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടിരിക്കുകയാണ്. ഉദ്ദേശിച്ചു വരുന്ന എന്തുവാ? ഞാനെന്താ ഉദ്ദേശിച്ചെന്ന് നിനക്ക് മനസ്സിലായില്ല? അതേ മിസ്റ്റർ, ഞാൻ കൊച്ചു കുട്ടിയല്ല, എനിക്ക് കേട്ടാൽ മനസ്സിലായി. താങ്കളെ പ്രപ്പോസ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പ്രപ്പോസ് ചെയ്ത് തന്നെയാണ്. അപ്പം ഞാൻ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുക. ശരിക്കും ഇഷ്ടമാണോ? ഞാൻ എൻ്റെ ജീവനം തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കട്ടെ എസ് പറയണോ പറയണമെന്ന്. ബട്ട് ഞാൻ പരമാവധി എസ് പറയാൻ നോക്കാം.